പണിയെടുത്ത് നടുവൊടിയും പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ്. ചൂടല്ലേ? ചൂട് ഭയങ്കര ചൂടാ. വടകരയിൽ ഇറങ്ങാനൊക്കത്തില്ല. അതെ അതെ പൊള്ളും. എന്നാ അപമാനി വീശിക്കോ. നല്ല ഉഷ്ണയുടെ ശാന്തി കൃഷ്ണയാണ് കേട്ടോ ഞങ്ങളുടെ പത്രം. താമ്പണേടോ എന്നെ അടി നീ അടി എന്നെ അടി 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 കേട്ടോ. നമസ്കാരം, നടന്നല്ലേക്ക് സ്വാഗതം. സ്വാഗതം സുഹൃത്തുക്കളെ, സ്വാഗതം. വടകരയാണ് നമ്മുടെ ചർച്ചാ വിഷയം. വടകര എന്തിനാ ചർച്ചയാക്കുന്നത്? ശൈലജ ടീച്ചർ നിൽക്കുന്നതുകൊണ്ട് ചർച്ചയാണ്. ഒന്നും അറിയാത്ത പോലെ നിർത്തിയത് പോരാ. എനിക്ക് തലസ്ഥാനത്തൊന്നും നിന്ന് തിരിയാൻ നേരമില്ല. വടകര തലസ്ഥാനം, വടകര തലസ്ഥാനം, തലസ്ഥാനം നിന്ന് കഴിഞ്ഞ പ്രശ്നമുണ്ട്. അതല്ല, ഞങ്ങൾ യുവരക്തങ്ങളെ എല്ലാം തത്കാചാര്യൻ വടകരയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അല്ല, ആചാര്യൻ ഞങ്ങൾ എല്ലാരും വടകരയിൽ ഇറക്കിയേക്കുകയാണ് ശൈലജ ടീച്ചർക്ക് വേണ്ടി പ്രചാരിക്കാൻ വേണ്ടി. അല്ല സത്യം അതല്ല, തോപ്പിക്കാനല്ല. പിന്നെ ഏറ്റവും ഭൂരിപക്ഷത്തോടെ വടകര നമ്മൾ ഇത്തവണ പിടിച്ചെടുത്തിരിക്കും. എന്നിട്ട് കേരളത്തിൽ നിന്നും കെ ശൈലജ ടീച്ചറിനെ എന്നേക്കുമായി നാട് കടത്തും. അതിനാണോ ജയിച്ചു കഴിഞ്ഞാൽ നാട് കേരം തിങ്ങും കേരള നാടേ ഗൗരിയമ്മ ഭരിച്ചിടും. ഓർമ്മയുണ്ടോ? അത് നമ്മള് അതെന്താന്ന് വെച്ചാല് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും. അത് CPM നിന്ന് തന്നെ ആയിരിക്കും. ചരിത്രം നമ്മൾ കുറിക്കും. പിന്നെ ഗൗരിയമ്മയുടെ കാര്യത്തിൽ നമുക്ക് വന്നത് എന്താന്ന് വെച്ചാല്, ഗൗരിയമ്മയ്ക്ക് പ്രായമായിരുന്നല്ലോ. ആയിരുന്നോ? ഈ പറഞ്ഞ മുഖ്യമന്ത്രി അപ്പോ മധുര 18 മുഖ്യമന്ത്രി പിണറായി വിജയന്? ഇതെന്താ സ്ത്രീകൾക്ക് മാത്രമേ പ്രായമാവത്തുള്ളൂ? നിങ്ങൾ പുരുഷന്മാർക്ക് എന്താ പ്രായമാവത്തില്ല? അങ്ങനെയല്ല. ആ മോദി ഓടി നടക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടി നടക്കുന്നു. അതിന്റെ പുറകെ അങ്ങ് ആമയെ പോലെ എഴഞ്ഞെഴഞ്ഞ് വരുന്നേ ഉള്ളൂ. എടോ, ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സുഹൃത്തുക്കളെ, ആമ ജയിച്ചതാണ്. മുയൽ ഉറങ്ങിയോണ്ടല്ലേ? ഉറക്കമില്ലെന്ന് അറിയാലോ അല്ലേ? കൂര പൊളിക്കണ്ട. കൂര പൊളിക്കുന്നത് ആരെന്നൊക്കെ മനസ്സിലായി. ശൈലജ ടീച്ചറിനെ അങ്ങ് പൊക്കി 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 കൊണ്ടുപോയിട്ടുണ്ട്. എടുത്ത് താഴെ ഇടാനായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതല്ല, വടകരയിൽ അതെ ഇത്തവണത്തെ ചർച്ചാ വിഷയം വടകര തന്നെയാണ്. വടകര തന്നെ ആയിരിക്കും. 5 മിനിറ്റ് മുന്നേ എന്തിന് വടകര ചർച്ച ചെയ്യണമെന്ന് ചോദിച്ച ടീമാണ്. എങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന്. നല്ല ക്ലാസ് നന്നായിട്ട് നല്ല ഏൽക്കുന്നുണ്ട്. അതല്ല, വടകര എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കത്തൊന്നുമില്ല. പേടിക്കരുത് കേട്ടല്ലോ. വടകര എന്ന് പറഞ്ഞാൽ CPM-ന്റെ കോട്ടയായിരുന്നു. നമ്മളെ പിടിക്കും, നമ്മളെ തിരിച്ചു പിടിച്ചിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോൺഗ്രസ് ആണ് അനാവശ്യമായി TP-യുടെ കേസ് വലിച്ചിട്ട് വടകരയിൽ കണ്ട. TP-യുടെ കേസ് ആരാണ് ഇവിടെ വലിച്ചിരുന്നത്? എപ്പോഴും ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. TP-യുടെ കേസ് അനാവശ്യമായി വലിച്ചിട്ട് കോൺഗ്രസിനെ കൊണ്ടും BJP കൊണ്ടും അതിനെ ഓരോ തവണയായി ഇങ്ങനെ ചർച്ച ചെയ്ത് അത് കെ ശൈലജ ടീച്ചറിനെതിരെ തിരിക്കാനുള്ള ഒരു ആയുധമായി പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ എന്തിനാണ് തോൽപ്പിക്കുന്നത്? അത് നിങ്ങൾക്കല്ലേ അറിയാവൂ. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങൾ എന്തിനാ തോൽപ്പിക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയാവൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആചാര്യൻ ഒന്നും പറഞ്ഞു തരാറില്ല. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഒരു അപവാദം പറച്ചിലുണ്ട്, ഞങ്ങളുടെ മുഖ്യൻ ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ നോക്കുന്നത്. അതൊന്നും ആരെങ്കിലും പറഞ്ഞായിരുന്നാ? ഇല്ല. ഇതിപ്പോ ആരാ ഇപ്പൊ ഇട്ട് തന്നത്? ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് തന്നോണ്ടിരിക്കുക. അതായത് സത്യം പുറത്ത് വരും, പിള്ള മനസ്സിൽ കള്ളം. അല്ല, ഇത് ആര് ഈ ഷർട്ടിനകത്ത് ശംഖ് മുഴുവൻ വീണേച്ചി? വീണയല്ലേ ഇത്? കണ്ടോ, ഇനി വീണയാന്ന് പറഞ്ഞുകൊണ്ട് നടക്ക്. അല്ല, വീണയല്ല. അതൊന്നും കാണിക്കലാണെങ്കിൽ SFI ഒന്ന് നെഞ്ചേറി പരിശോധിക്കും. ഇനി അങ്ങനത്തെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇവിടുത്തെ തൊട്ടി മാധ്യമങ്ങളും പ്രതിപക്ഷവും. തൊട്ടിയല്ലാത്ത പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ചിറ്റപ്പനും ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു TP വധക്കേസുമായി ബന്ധപ്പെട്ട്. മലബാറിൽ TP വധക്കേസ് വലിയ തോതിലാണ് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ ശൈലജ ടീച്ചർ തന്നെ പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് ഈ പോസ്റ്റ് പോകുന്നതെങ്കിൽ TP തരംഗം വളരെ മോശമായി ശൈലജ ടീച്ചറിനെ ബാധിക്കും. അതും ഒന്നിനും
എന്തിന് ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട സംഭവ വികാസത്തിന്റെ പോലും പോസ്റ്റ് ഇടാത്ത ടീമാണ് ദേ ഇന്നലെ പോസ്റ്റ് ഇട്ടേക്കുന്നു. അതിന്റെ അർത്ഥം തന്റെ തീരുമാനം വ്യക്തവും ശക്തവുമാണ് എന്ന് പറയാനല്ലേ സാറേ? സുഹൃത്തുക്കളെ, എന്താ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ശൈലജ ടീച്ചർ തോറ്റു പോകുന്ന ആളൊന്നും അല്ല. അതെ, അത് ഞങ്ങളുടെ മുഖ്യനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. അറിയാലോ, ആ സത്യം നിങ്ങൾക്ക് അറിയാലോ. അത് എന്തുകൊണ്ടാണ് നിങ്ങളെ ജയിപ്പിച്ചത്? അത് ഞങ്ങൾ ഇവരെ ജയിപ്പിച്ചത് എന്തുകൊണ്ടായിരുന്നു? ടീച്ചർ ഒരു വികാരമാണ് നമുക്ക്. ടീച്ചറമ്മ എവിടോട്ടിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു? അതായത് കേരളത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി, അതും വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന കേരള ജനതയുടെ ഒറ്റ തീരുമാനം അല്ലെങ്കിൽ ഒറ്റ ആഗ്രഹം തന്നെയായിരുന്നു ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത്. പക്ഷേ എന്തായി? ഈ നാട്ടിലെ ഓരോ മലയാളികളെയും ഈ നമ്മുടെ കെ ശൈലജ ടീച്ചറിനെ ഓരോ വോട്ട് വിട്ട് ജയിപ്പിച്ച മലയാളികളെ ഒന്നടങ്കമല്ലേ നിങ്ങൾ അങ്ങനെയല്ല. രണ്ടാം പിണറായി സർക്കാരിൽ എല്ലാവരും പുതുമുഖങ്ങളായി. പിണറായി വിജയൻ മറ്റേ പുതുപുത്തൻ മുഖമായോണ്ട് പിന്നെ കുഴപ്പമില്ല. എടോ, നയിക്കാൻ ഒരു ക്യാപ്റ്റൻ വേണ്ടേടോ? അതൊന്നും അയാൾക്ക് മാത്രമേ നയിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കേരളം ഇത്രയും നാളും ജീവിച്ചതും അല്ലെങ്കിൽ നയിച്ചതും ഈ പിണറായി വിജയൻ സഖാവ് മാത്രം ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. ആദ്യം BS സഖാവിനെ ഒതുക്കി, ഇപ്പൊ ദാ KK ശൈലജ ടീച്ചറിനെ. ആരാണോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവരെ ഓരോരുത്തരായി ഞാൻ തച്ചുടയ്ക്കും എന്നല്ലേ? തനിക്കുള്ള സീരിയലിന് കഥ എഴുതാൻ കൂടെ? ഓ, നിങ്ങളുടെ അത്ര വലിയ കഥ എഴുതുന്നു നമുക്കറിഞ്ഞൂടെ? എന്തൊക്കെയാണ് ഇവരിങ്ങനെ പടച്ചിട്ടോണ്ടിരിക്കുന്നത്? നമ്മൾ പറയുന്നതാണ് പ്രശ്നം. കഴിഞ്ഞ വർഷം മട്ടന്നൂരിൽ നിന്ന് ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ചൊരു ചൊറിച്ചിലെടുത്ത ഞങ്ങളുടെ EPക്ക് അല്ലോടോ. EPക്ക് കുറെ നേരം പിണറായിക്കായിരുന്നു ചൊറിച്ചിലെന്ന്, ഇപ്പൊ EPക്കായി. പിന്നെ അല്ലടാ, ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞു EP നിങ്ങൾ ഇനി TPയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ വോട്ട് പോവും എന്റെ EPന്ന്. എവിടെ കേക്ക്? EP എന്തിനാ TP? അല്ല, TP എന്തിനാ ഞങ്ങളുടെ ഇതിനകത്ത് കയറി തലയിടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലല്ല, EP ഒന്ന് നിർത്തണോ? TP കാര്യം എന്തിനാണോ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചുമ്മാ ആവശ്യമില്ലാതെ ചർച്ച ചെയ്യുന്നത്? അതില് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? നമുക്ക് ദണ്ഡമുണ്ട്. അതെ, നമുക്ക് ദണ്ഡമുണ്ട്. ആവശ്യമില്ലാതെ ഞങ്ങൾ നോവിക്കാത്ത ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ കുഞ്ഞനന്ദൻ. ആ കുഞ്ഞനന്ദൻ ഇപ്പൊ ആ പരലോകത്ത് ഇരുന്നുകൊണ്ട് വിചാരിക്കുന്നതായിരിക്കും നേരത്തെ മരിച്ചു നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ ഇരട്ട ജീവപര്യന്തം കിട്ടിയാനേന്ന്. എന്നിട്ട് വേറൊരു സംഭവം, ശേഷവും കുഞ്ഞനന്ദന്റെ കുടുംബം പിഴ കൊടുക്കണമെന്ന് KK രമയ്ക്ക്. ഇതൊക്കെ KK രമയുടെ കളിയാണ്. അതെ, KK രമയുടെ കളി. അതെ, KK രമ നല്ല ശക്തിയുക്തമായി ഇതിനെതിരെ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വിധി വന്നിരിക്കുന്നത്. 20 വർഷവന്മാർക്ക് പുറത്തിറങ്ങാൻ കഴിയോ? പറയാൻ സമ്മതിക്കണോ? അതായത് ഈ കേസിൽ ഞങ്ങളുടെ പല നേതാക്കളെയും കുടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ നേതാക്കളെ കുടുക്കാൻ അനാവശ്യമായ കാര്യങ്ങൾ എടുത്തിട്ട് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ഞങ്ങളുടെ നേതാക്കന്മാരെ കുടുക്കി. എന്താണ് ഞങ്ങളുടെ EP സഖാവ് പറഞ്ഞതിൽ തെറ്റ്? കുഞ്ഞനന്ദൻ സഖാവ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാറില്ല. അതെ, ഉറുമ്പിനെ നോവിക്കാറില്ല, ചവിട്ടി അരച്ച് കൊല്ലാറിയുള്ളൂ. പറയൂ. ഭരതനാട്യം ഒന്നും കളിക്കണ്ട കേട്ടോ. ഞാൻ ഭരതനാട്യം കളിച്ചതല്ല, ഒന്ന് കാണിച്ചു കൊടുത്തതാ. എനിക്ക് പിന്നെ ഒരു സംശയമുണ്ട്. ഇന്ന് കൃത്യം 3:30 തന്നെ വിധി വരുമെന്ന് വാർത്താ ചാനൽ മുഴുവനായി എഴുതി കാണിച്ചു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ തത്തുക ആചാര്യന് 3:30 തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തണമെന്നുണ്ടോ? ആരും അറിയരുത്, വിധി ആരും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാര് പിന്നെ TP കേസിലെ വിധി ഞങ്ങളെ അങ്ങ് പുളുത്തും. അതാണ് ശൈലജ ടീച്ചറിന് വരെ പേടിയായിരുന്നു. വെറുതെ പോയി നിന്ന് ജയിക്കുന്ന ഉറപ്പുള്ള ശൈലജ ടീച്ചർ വരെ പേടിച്ചു തുടങ്ങി. TP വധക്കേസ് എങ്ങാനും എടോ ആ മലപ്പുറത്തൊക്കെ ആഞ്ഞടിക്കുകയാണോ കേസിന്റെ വിധിയുടെ സംഭവ വികാസങ്ങൾ, ആ ഒരു വിജയം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ താത്വികാചാര്യൻ വാർത്താ സമ്മേളനം നടത്തിയതിന് കാര്യമുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആരും TPയുടെ വിധി അറിയാൻ പാടില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ലേ? പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിടണ്ടേടോ? അതെ, അപ്പോഴേ അവർക്ക് സമയമുള്ളൂ, അല്ലെങ്കിൽ സമയമില്ല. ഇന്നും നാളേക്ക് പുറത്തു വിട്ടാലോ? പുറത്തുവിട്ടാൽ അവർക്ക് സമയമേ ഇല്ല. TPയുടെ വിധി എപ്പോ വരും അപ്പൊ തന്നെ വിടണം. നിങ്ങൾ കുത്തിത്തിരിപ്പ് മാധ്യമങ്ങളെ പോലെയല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക കാണാൻ കാത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെ നിരാശപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഓ പിന്നെ ലക്ഷം ആൾക്കാർ അന്ന് ഇത് ഓർമ്മയുണ്ട്. ഹൈക്കോടതി വിധി SFIOയ്ക്ക് അനുകൂലമായി വന്നപ്പോൾ ആന കുഴിയിൽ നിന്നും എഴുന്നേറ്റ് പോയ ദൃശ്യങ്ങളിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത ഒരു ചാനലിന്റെ കാര്യം നമുക്ക് ആനയാണ് വലുത്. അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ പട്ടികയാണ് വലുത്. TP ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ല.
ഞങ്ങളുടെ AKG സെന്ററിൽ ഇന്നലെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. യാതൊരു പ്രശ്നമേ ഇല്ലായിരുന്നു. ആരോ പൊട്ടിക്കരയുകയോ ഊളിയിട്ട് കരയുകയോ ഓരിയിട്ട് കരയുന്ന സൗണ്ടോടെ കേട്ടായിരുന്നു. പിന്നെ കേൾക്കും. നെഞ്ചു പിരിച്ചു നിന്നു. എടോ ഈ കേസിൽ ഒരു നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് പോയ ലിസ്റ്റിനകത്ത് വീണ്ടും അങ്ങോട്ട് അഴിക്കകത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചോണ്ട് പോയ ഞങ്ങളുടെ മോഹൻ മാസ്റ്ററെ വെറുതെ വിട്ടില്ലേടോ കോടതി? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഞങ്ങളുടെ നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത്? എങ്ങനെ ഞങ്ങളുടെ മോഹനൻ മാസ്റ്ററെ ഹൈക്കോടതി വെറുതെ വിട്ടില്ലേടോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഇങ്ങോട്ട് നോക്കണം. പണയടോ ബാക്കി പണം താൻ തന്നെ ഇങ്ങോട്ടിരുന്ന് പണം. രമ വീണ്ടും പോന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പേടിയൊന്നുമില്ല. രമ പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിൽ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യ മറ്റേ തെറി വിളിക്കുന്ന മറ്റേ സുധാകർ ജി അല്ലേ? തെറി വിളിക്കാത്ത ഒരാള് മൈ ഡിയർ സതീഷ് എന്ന് വിളിക്കുന്ന. ഹലോ, മര്യാദ ഉണ്ടോ തനിക്കൊക്കെ? മര്യാദ 11 മണിയായിട്ട് വിളിക്കുന്നതിക്ക് മര്യാദ ഉണ്ടോ? അന്ന് കേട്ടോ, അന്ന് എന്റെ ചെവി കഴിക്കരുത്. പിന്നെ ഭഗവാനെ, ഞാൻ എന്റെ ഈ കൊച്ചു പ്രായത്തിൽ ഞാൻ ഇതുവരെ കേട്ടില്ല ഇമ്മാതിരി തെറി. കൊച്ചു പ്രായം ഇതൊന്നും നമ്മൾ പേടിക്കത്തില്ല. TP കേസും വടകരയും തമ്മിൽ നിങ്ങൾ ആരും കൂട്ടിക്കുഴച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് വെച്ച വെള്ളം നിങ്ങൾ അങ്ങ് വാങ്ങി വെച്ചോ. കുഴപ്പമില്ല, കൂടി കുഴഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെ കുഴച്ച് കഴിഞ്ഞു. ഇനി കുഴയ്ക്കാനുണ്ട്. അവിടെ കുഴയ്ക്കാൻ പോണ്ട. എങ്ങനെയെങ്കിലും അല്ല, നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ അവിടെ ശൈലജ ടീച്ചറിനെ കൊണ്ട് നിർത്തിയത്? ജയിക്കണ്ടേ? അത് വടകര തിരിച്ചു പിടിക്കണ്ടേ? നോട്ട് ചെയ്യണം. കാരണം ഇത്രയും ശക്തമായ ഒരു നേതാവ് ഇപ്പോൾ CPM ഇല്ല. അതാണ് സത്യം. ശൈലജ ടീച്ചർ നേതാക്കളെല്ലാം ഉണ്ട്. പിന്നെ വടകരയിൽ നമ്മൾ ശക്തമായ നേതാവ് എന്ന നിലയിൽ ശൈലജ ടീച്ചർ മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. ആണോ അല്ലേ? സുഹൃത്തുക്കളെ ഇപ്പൊ വിളിക്കും. സുഹൃത്തെ, ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ചോദ്യം, ശൈലജ ടീച്ചർ തോക്കണോ ജയിക്കണം? നമ്മൾ യുവരക്തങ്ങൾ അവിടെ പോയി ശക്തിയുക്തം പ്രചരണം നടത്തും. തോൽക്കാൻ വേണ്ടിട്ടല്ലേ? അതെ. തതികാചാര്യ ക്ലാസ് ഉണ്ട്, കഴിഞ്ഞു പോയി. അപ്പൊ ശരി, നാളെ കാണാം.